ബ്രദർ നന്ദു ജോണിന്റെ ജീവിതത്തിലെ തീപിടിച്ച അനുഭവങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടത്. ഇന്ന് തൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ചും ഒപ്പം ശുശ്രൂഷ മേഖലകളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡ് അനേകർക്ക് വളരെ പ്രചോദനാത്മകമായിട്ട് അനുഭവപ്പെട്ടതായി പലരും അഭിപ്രായപ്പെടുകയുണ്ടായി. നമുക്ക് അദ്ദേഹത്തെ വീണ്ടും കേൾക്കാം. ബ്രദറെ, വീണ്ടും സ്വാഗതം. അങ്ങയുടെ കുടുംബജീവിതം എത്രാമത്തെ വയസ്സിലാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത്? വിവാഹം വൈകിയാണ് വിവാഹം കഴിച്ചത്. ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു വിശ്വാസത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വിവാഹം കഴിക്കാനായിട്ട് ആലോചിക്കുമ്പോൾ ക്രൈസ്തവ സഭയിൽ നിന്ന് വിവാഹത്തിന് സമ്മതിക്കാറില്ല. എല്ലാവരുടെ അനുഭവം ആകണമെന്നില്ല. എന്നെ സംബന്ധിച്ച് അങ്ങനെ ഉണ്ടായിരുന്നു. ഇതുപോലെ പല സഹോദരങ്ങളോട് ഞാൻ ചോദിക്കുമ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടായി. അതുകൊണ്ട് അവരെന്തായിരുന്നു തടസ്സം പറയുന്നത്? ഇതര വിശ്വാസത്തിൽ ജീവിച്ച ഒരാളാണല്ലോ, ഇനി അതിലേക്ക് തന്നെ മടങ്ങി പോകുമോ? ചില മാതാപിതാക്കൾക്ക് അങ്ങനെ ഒരു ആശങ്കയുണ്ട്. ഇതിപ്പോ അദ്ദേഹം അവിടെ നിന്ന് വന്നതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ചു പോയാലോ? അപ്പൊ അത് അവരെ വേവലാതിപ്പെടുത്തുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ജോലി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ഇപ്പോ നമുക്കൊരു മകളുണ്ട്, ആ മകളെ വിവാഹം കഴിച്ചയക്കുമ്പോൾ ഉറപ്പായിട്ടും അതെ ജീവിക്കാൻ പറ്റുള്ളൂ. അതെ അതെ, അത് ഉറപ്പായിട്ടും നടക്കുന്ന അതെ അതെ എന്നെ വിശ്വസിച്ച് പെണ്ണെ പിടിച്ചു കൊടുക്കും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് അത് തോന്നുന്നത് സുവിശേഷം എന്താണെന്നും സുവിശേഷ വേലയുടെ മാഹാത്മ്യം മനസ്സിലാകാത്തത് കൊണ്ടാണെന്നും തോന്നുന്നു. കുറച്ചു പേർക്കെങ്കിലും അത് മനസ്സിലായ മാതാപിതാക്കൾ അങ്ങനെ അതിനെ ഒരു ശുശ്രൂഷകനെ കൊണ്ട് എൻ്റെ മകളെ വിവാഹം കഴിപ്പിക്കണം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപൂർവമെങ്കിലും അങ്ങനെയുണ്ട്. വളരെ 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 അപൂർവമാണ്. എങ്കിലും വിരളമല്ല, അവിടെ ഇവിടെയൊക്കെ കാണും. അപ്പോൾ ഇതാണ് വിവാഹം പിന്നെ നീണ്ടുപോകാനുള്ള ഒരു കാരണമായിട്ട്. മാത്രമല്ല, എനിക്ക് ഈ വിശ്വാസത്തിലേക്ക് വരാത്ത അല്ലെങ്കിൽ ക്രൈസ്തവമല്ലാത്തൊരു സ്ഥലത്തുനിന്ന് വിവാഹം കഴിക്കാനും പറ്റില്ലല്ലോ. അപ്പൊ അതാണ് അത് നീണ്ടുപോകാനായിട്ടൊരു കാരണം. എങ്കിലും അങ്ങനെ അവസാനം എങ്ങനെ ഒപ്പിച്ചെടുത്തു? ധാരാളം പേര് ചോദിക്കാറുണ്ട്, ഇങ്ങനെ ദൂരേന്ന് വിവാഹം കഴിച്ചപ്പോൾ അത് പിന്നെ പ്രേമിച്ചോ അങ്ങനെ ഒക്കെ ആണോന്ന് ചോദിക്കുകയുണ്ടായി. അങ്ങനെയല്ല, ഒരിക്കലും അല്ല. അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ഭാര്യയാകാനിരുന്ന പെൺകുട്ടിയെ പഠിപ്പിച്ച, ട്യൂഷനൊക്കെ പഠിപ്പിച്ച ഒരു സാറ് ഡിവൈൻ ധ്യാന കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആലോചനയിലാണ് ഇങ്ങനെ ഈ വിവാഹം നടക്കാനായിട്ട്. രാജകുമാരി എന്നാണ് വിവാഹം. അതെ, പെണ്ണ് കണ്ടു. അവിടുന്ന് മാത്രമല്ല, ഈ പുള്ളിക്കാരിയുടെ അനുജത്തി ഒരു സിസ്റ്ററാണ്. അവരുടെ വീട്ടുകാർക്ക് ബ്രദറിന്റെ പശ്ചാത്തലമൊക്കെ പറഞ്ഞപ്പം അവർക്ക് അതെല്ലാം ഉൾക്കൊള്ളാൻ പറ്റിയോ? പപ്പയ്ക്ക് അത് സ്വീകാര്യമായിരുന്നു. അവളുടെ പപ്പയ്ക്ക് എന്നെ കണ്ടു സംസാരിച്ചപ്പോൾ പപ്പ പറഞ്ഞു ഇത് തന്നെ മതി എന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്കാരി അത് അംഗീകരിച്ചു. പപ്പ പറഞ്ഞത് അനുസരിച്ചു, അംഗീകരിച്ചു. അതും ദൈവഹിതമാണ്, ദൈവത്തിന്റെ ആലോചന പ്രകാരം അങ്ങനെ ആ വിവാഹം മനോഹരം. ജോലിയൊന്നും ഇല്ലാത്ത, സുവിശേഷ വേല മാത്രമുള്ള, അക്രൈസ്തവനായിരുന്ന, അപ്പനും അമ്മയും ഇല്ലാത്ത, മറ്റു ബന്ധങ്ങളൊന്നും അധികം ഇല്ലാത്ത, അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനെ ഒരു പെങ്കൊച്ചു കല്യാണം കഴിക്കാനുള്ള തീരുമാനം എടുക്കാന്ന് പറഞ്ഞാൽ അത് വളരെ റിസ്ക് ആണ്. വളരെ വിപ്ലവകരമായ ഒരു തീരുമാനം. അത് നമ്മൾ അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഞാൻ പപ്പ വളരെ വിശാലമായിട്ടുള്ളൊരു മനസ്സുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ആ സഹോദരിയെ നമ്മൾ അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട്. പേരെന്തായിരുന്നു? പേര് ലിൻഡു. LINTU ലിൻഡു. ഞങ്ങൾക്ക് ജോലി ഉണ്ടായിരുന്നോ? ഇല്ല, ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. 2 മക്കളുണ്ട്. ഇപ്പോ മൂത്തത് പെൺകുട്ടി ഐറിൻ. ഐറിന് പേരിടാൻ തന്നെ കാരണം, ഐറിൻ എന്ന പേരിന്റെ അർത്ഥം സമാധാനം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അർത്ഥപൂർണമായിട്ടുള്ള ഒരു പേരിടണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഐറിൻ എന്ന പേരിട്ട്. ഇപ്പൊ ഐറിൻ ഇപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ ഇളയ കുട്ടി ഇമ്മാനുവേൽ. അത് പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു ഇമ്മാനുവേൽ എന്നാണ് കുട്ടിയുടെ പേരിടേണ്ടത്. അങ്ങനെ ആൺകുട്ടിയായി, അങ്ങനെ ഇമ്മാനുവേൽ എന്ന് പേരിട്ടു. അങ്ങനെ 2 കുഞ്ഞുങ്ങളും. ഇനി ദൈവം തരാണെങ്കിൽ കുഞ്ഞിനെ സ്വീകരിക്കാൻ തയ്യാറാണ്, തടസ്സമില്ലാത്ത. വളരെ സന്തോഷകരമായിട്ട് പോകുന്ന ഭാര്യ ശുശ്രൂഷയോട് എങ്ങനെയാണ് സഹകരണം? അതെനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യമാണ്. എൻ്റെ കൂട്ടുകാർ എപ്പോഴും പറയും, എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരൊക്കെ വീട്ടിൽ വരും. സുവിശേഷകരൊക്കെ കയറി ഇറങ്ങുന്ന വീടാണ് എൻ്റെ വീട്. മാത്രമല്ല, ചാലക്കുടി വഴിക്ക് ഏതെങ്കിലും സുവിശേഷകരൊക്കെ സുവിശേഷ പ്രവർത്തനത്തിന് പോകുമോ, അവിടെ താമസിക്കേണ്ടി വരുമെങ്കിൽ ഞാൻ പറയും ഹോട്ടലിൽ മുറിയെടുക്കാൻ പാടില്ല. ചാലക്കുടിയിൽ നിന്ന് 15-16 കിലോമീറ്ററുള്ള എൻ്റെ വീട്ടിലേക്ക് എൻ്റെ വീട്ടിൽ വരാം, താമസിക്കാം, ഭക്ഷണം കഴിക്കാം, വിശ്രമിക്കാം. അപ്പൊ അതുകൊണ്ട് എൻ്റെ വീട് ഒരു സുവിശേഷ ഭവനമാണ്. അപ്പോൾ അതിന് എൻ്റെ ഭാര്യയ്ക്ക് യാതൊരു തടസ്സമില്ല. എൻ്റെ സുഹൃത്തുക്കൾ സുവിശേഷകരായിട്ടുള്ളവർ എൻ്റെ വീട്ടിൽ വരുന്നതിന്, ദേവദാസന്മാർ വീട്ടിൽ വരുന്നത് അനുഗ്രഹമായിട്ട് കാണാനുള്ള മനസ്സുണ്ട്.
മാത്രമല്ല എന്നെ സുവിശേഷ വേലയ്ക്ക് വിടാനും തടസ്സമില്ല. കാരണം സുവിശേഷ പ്രവർത്തകർ പോയിട്ട് പാതിരയ്ക്കൊക്കെ വരാ, പല സ്ഥലത്ത് സുവിശേഷം പ്രസംഗിക്കാൻ പോയി രാത്രി 12 മണി 1 മണി 2 മണിക്ക് വരുമ്പോഴും പരാതിയില്ല. ഞാൻ അത് തന്നെ ഏറ്റവും ഭാഗ്യമായിട്ട് കരുതുന്നു. കാരണം പലയിടങ്ങളിലും അങ്ങനെ തടസ്സമുള്ള ആളുകളുടെ അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ എനിക്കതൊന്നും ഒരു തടസ്സമായിട്ടല്ല, എനിക്ക് അനുവാദമാണ് തന്നിരിക്കുന്നത്. മാത്രമല്ല എൻ്റെ കുഞ്ഞുങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോഴും ഞാൻ എൻ്റെ മകനെ വിളിച്ചപ്പോൾ അച്ഛൻ എപ്പോൾ വരും, എന്നെ അച്ഛൻ എന്നാണ് വിളിക്കുക, അച്ഛൻ എപ്പോൾ വരും, എപ്പോഴാണ് ഇന്നത്തെ കഴിയുക. അപ്പോൾ മാത്രമല്ല ഞങ്ങൾ സുവിശേഷ പ്രവർത്തനത്തിന് പോകുമ്പോൾ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും വൈകിട്ടുള്ള ശുശ്രൂഷയ്ക്കാണ് ഞങ്ങൾ കുടുംബമായിട്ടാണ് പോവുക. ഞങ്ങൾ വിളിച്ചു പറയും ഞങ്ങൾ കുടുംബമായിട്ടാണ് വരുന്നത്. അപ്പോൾ അവർക്കറിയാം നന്ദു ബ്രദർ പ്രസംഗിക്കാൻ വരുമ്പോൾ അവർ ചോദിക്കും ഭക്ഷണം കരുതാൻ ഭാര്യയുണ്ടോ കുഞ്ഞുങ്ങളുണ്ടോ. എന്തിനാണ് കുഞ്ഞുങ്ങളെയും ഭാര്യയും കൊണ്ടുപോകുന്നു ചോദിച്ചു. ഞാൻ എന്ത് പറയുന്നു എന്ന് ഇവർ കേൾക്കട്ടെ, എൻ്റെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കട്ടെ. ഇത് ജീവിതം ശരിയല്ലെങ്കിൽ ഭാര്യ വീട്ടിൽ ചെല്ലുമ്പോൾ പറയും അല്ലേ, നിങ്ങൾ എന്താ ഈ വിളിച്ചു പറയുന്നത്, ശരിയാണോ? അപ്പൊ ഭാര്യയും കുഞ്ഞുങ്ങളായിട്ട് സുവിശേഷ പ്രവർത്തനം ചെയ്യണം, അവർ മനസ്സിലാക്കട്ടെ. മാത്രമല്ല എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ആ വേദിയിൽ കയറ്റാനും അവിടെ 1 or 2 വചനം അവരെ കൊണ്ട് മൈക്കിൽ പറയിപ്പിക്കാനും എൻ്റെ കുഞ്ഞുങ്ങൾ വലിയ ലോകത്തിന്റെ നിലവാരമുള്ള ആളുകളായിട്ട് മാറണം എന്നല്ല ഇന്നും എൻ്റെ ചിന്ത. എൻ്റെ കുഞ്ഞുങ്ങളും സുവിശേഷ പ്രവർത്തനത്തിലേക്ക് വരണം, ആത്മാക്കളെ രക്ഷിക്കുന്ന ശുശ്രൂഷയിൽ ഏർപ്പെടണം. അവർ ഏത് ജോലി ചെയ്തോട്ടെ, പക്ഷേ എൻ്റെ കർത്താവിനെ പ്രഘോഷിക്കണം. കാരണം കർത്താവ് എനിക്ക് തന്ന ശുശ്രൂഷ വലിയ ശുശ്രൂഷയായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു പേടിത്തൊണ്ടനും ഒരു വിജാതീയനും അല്ലെങ്കിൽ ഒരു കഴിവില്ലാത്ത, ആരോഗ്യം പോലും കുറവായിരിക്കുന്ന എന്നെ തൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി കർത്താവ് വിളിച്ചെങ്കിൽ അത് ഉന്നതമായ വിളിയാണ്. അതുകൊണ്ട് ഞാൻ അതിൽ അഭിമാനിക്കുകയാണ്. എൻ്റെ കർത്താവ് എനിക്ക് ആ നിയോഗം തന്നല്ലോ, ഞാൻ അതിൽ അഭിമാനിക്കുന്ന ഒരാളാണ്. നിശ്ചയമായിട്ടും ബ്രദറെ, അത് പറയുമ്പോൾ നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരുവനെ വിളിക്കപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ നാട്ടിൽ ഡോക്ടർമാരാകാൻ, എഞ്ചിനീയർ ആകാൻ, അല്ലെങ്കിൽ മറ്റ് വിവിധ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. അതൊക്കെ വലിയ നല്ല കാര്യങ്ങളാണ്, നിശ്ചയമായിട്ടും അതെ. എന്നാൽ 10,000-ങ്ങളിൽ നിന്നായിരിക്കും ഒരുവനെ സുവിശേഷ വേലയ്ക്കായി ദൈവം വിളിക്കുന്നത്. അതൊരു നിസ്സാരമായ ഒരു കാര്യമല്ല. ആ വേലയിൽ വിശ്വസ്തയോടെ നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു കർത്താവിന്റെ വലിയ കൃപ നമുക്ക് ആവശ്യമാണ്. ഒപ്പം കുടുംബജീവിതവും കൂടെ മുൻപോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഡബിൾ പോർഷൻ അനോയിന്റിങ് നമുക്ക് ആവശ്യമാണ് വാസ്തവം. സത്യം, കർത്താവ് കരുണ ചെയ്തിരിക്കുന്നു. മാത്രമല്ല കാറ്റഗിസം ഒക്കെ പഠിപ്പിക്കാനായിട്ട് എനിക്ക് അവസരം തന്നിരുന്നു. 12ാം ക്ലാസ് വരെ, 12ാം ക്ലാസ്സിലാണ്. അപ്പൊ എനിക്ക് എല്ലാ സ്ഥലത്തു നിന്നും, ഞങ്ങളുടെ ഇടവകയിൽ നിന്നും രൂപതയിൽപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സും ധാരാളം അവസരങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അത്ഭുതം വിചാരിക്കുകയാണ്, എന്തുമാത്രം അവസരങ്ങളാണ് നമ്മുടെ സഭയിൽ, എന്തുമാത്രം അവസരങ്ങളാണ്. ഒന്ന്, കർത്താവിന്റെ സ്പർശനം കിട്ടി എഴുന്നേറ്റ് വരാനും ദൈവരാജ്യത്തിന്റെ പ്രവർത്തനം, എന്തുമാത്രം അവസരങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. പക്ഷെ അത് എല്ലാവരും പ്രയോജനപ്പെടുത്തുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിയായി പ്രയോജനപ്പെടുത്താനും, ഇപ്പൊ 12ാം ക്ലാസ്സിൽ തന്നെ ഞാൻ കാറ്റഗിസം പഠിപ്പിക്കുന്ന അവസരത്തിൽ നമ്മൾ ഈ ധ്യാനം കൂടിയ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ 12ാം ക്ലാസ്സിൽ കുട്ടികൾ സൺഡേ സ്കൂളിൽ പഠിച്ചു വരുമ്പോൾ അവർക്ക് നന്നായിട്ട് ദൈവത്തെക്കുറിച്ചുള്ള അറിവും അല്ലെങ്കിൽ ആ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വളരേണ്ടിയിരിക്കുന്നതാണ്. 12 കൊല്ലത്തെ ട്രെയിനിങ് കിട്ടിയില്ലേ, ഒരു സെമിനാരിൽ പഠിക്കുന്ന കാലഘട്ടത്തിന്റെ ട്രെയിനിങ് കിട്ടി, പക്ഷെ അത്ര ഔട്ട്പുട്ട് കാണുന്നില്ല. അപ്പൊ അത് എന്നെ പലപ്പോഴും സങ്കടപ്പെടും. ഒരു കാരണം പറയുന്നത്, ആകപ്പാടെ കിട്ടുന്ന ഒരു ഞായറാഴ്ച തുച്ഛമായ ഒരു സമയം, കഷ്ടിച്ചൊരു 1 മണിക്കൂർ അത്ര സമയം കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിൽ തന്നെ എനിക്ക് തോന്നുന്നത് കുറെ കൂടെ ദൈവവചനത്തിൽ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള പ്രബോധനങ്ങളും പഠനങ്ങളുമാണ് ഉണ്ടാകുന്നതെങ്കിൽ കുറെ കൂടെ പ്രയോജനപ്രദമാകും നമ്മുടെ സൺഡേ സ്കൂളുകൾ. അതെ, ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് ബ്രദറെ, പിന്നെ വളം ധാരാളം ഇടുന്നുണ്ട്, വിത്ത് ഇടുന്നില്ല എന്ന് പറഞ്ഞാൽ കൈകൂപ്പി നിൽക്കണം, ഉറക്കെ പ്രാർത്ഥിക്കണം, പള്ളിയിൽ സംസാരിക്കാൻ പാടില്ല, അച്ചടക്കം പാലിക്കണം, ഇതൊക്കെ വളമിടലാണ്. പക്ഷെ വിത്താണ് ആദ്യം ഇടേണ്ടത്. നിലമൊരുക്കി വളം വിതറിക്കൊണ്ടിരിക്കുന്നു. ജോസേട്ടാ, എന്താ വിത്തൊന്നും മുളയ്ക്കാത്തതെന്ന് ചോദിച്ചാൽ വളം വിതറിക്കൊണ്ടിരിക്കുക. വിത്ത് ഇതുവരെ ഇട്ടിട്ടില്ല എന്ന് കൃഷിക്കാരൻ പറയില്ല. അപ്പൊ ആദ്യം വിത്താണ് ഇടേണ്ടത്. വിത്ത് ദൈവത്തിന്റെ വചനമാണ്. വിത്ത് വിതയ്ക്കാൻ തയ്യാറായാൽ, സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ രാവിലെ വിതയ്ക്കുക, വൈകിട്ടും വിതയ്ക്കുക. ഇതാണോ അതാണോ ഫലം പുറപ്പെടുവിക്കുന്ന എനിക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് വിത്ത് വിതയ്ക്കുന്നതിൽ അപാകത വരുന്നുണ്ട്. വിത്ത് ദൈവവചനാണ്, ആ സീഡ്. അത് ഹൃദയനിലങ്ങളെ ഒരുക്കിയിട്ടാൽ വിത്ത് പ്രവർത്തിക്കും. അവിടെ കിടന്ന് നിലം ഒരുക്കണം. ഉറപ്പായിട്ടും വിത്തിന്റെ പോരായ്മ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ബ്രദറെ ഞാൻ തന്നെ പലപ്പോഴും അതിശയിച്ച് പോയിട്ടുണ്ട്. കാരണം
നമ്മുടെ 12 ക്ലാസ് സൺഡേ സ്കൂൾ കഴിയുന്ന പിള്ളേർക്ക് ദൈവവചനത്തിൽ നിന്ന് ഒരു വചനം പോലും കാണാപ്പാടം അറിയത്തില്ല. അല്ലെങ്കിൽ ഞാൻ അതിശയിച്ചു പോയൊരു കാര്യമുണ്ട്. പഴയ നിയമത്തിലെ ദാവീദ്, ജോസഫ്, ഇവരൊക്കെ ആരാണെന്ന് പോലും ഒരു നിശ്ചയം കേട്ടിട്ട് പോലും ഇല്ല. വളരെ അതിശയകരമായിട്ട് തോന്നിയൊരു കാര്യം. 12 വർഷക്കാലം സൺഡേ സ്കൂളിൽ പഠിച്ച കുഞ്ഞുങ്ങളുടെ അവസ്ഥയത്. അപ്പൊ അതിനർത്ഥം വളരെ കാര്യമാത്ര പ്രസക്തമായ ചില മാറ്റങ്ങൾ വരേണ്ടിയിരിക്കുന്നു. ഉറപ്പായിട്ടും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട്, സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോട് എന്താണ് പെസഹ എന്ന് ഞാൻ ഒരിക്കൽ ചോദിച്ചു. അപ്പോ മറുപടി, പെസഹ വ്യാഴാഴ്ച ഞങ്ങൾ പാല് കുറുക്കി കുടിക്കും, ബാക്കിയുള്ളത് ഞങ്ങൾ ദുഃഖ വെള്ളിയാഴ്ച കുടിച്ചു തീർക്കും. അതാണ് പെസഹായെ കുറിച്ചുള്ള ചിന്ത. അപ്പോ പരിശുദ്ധ കുർബാനയെ മനസ്സിലാക്കണമെങ്കിൽ തന്നെ പഴയ നിയമത്തിലെ പെസഹയോട് ബന്ധപ്പെടുത്തി ഇതൊക്കെ കാണണം. അപ്പൊ അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിൽ പോലും ഒരു പരിജ്ഞാനമില്ലാതെ പോകുന്നത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതാണ്. ബ്രദറിന്റെ ശുശ്രൂഷ മേഖലകള് വാസ്തവത്തിൽ ഇപ്പം ഏത് മേഖല കേന്ദ്രീകരിച്ചാണ്? ഏറ്റവും ആദ്യം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ച പോലെ ഈ ചേരി പ്രദേശങ്ങളിലാണ് കൂടുതലും പ്രവർത്തിച്ചത്. രോഗികളായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ വളരെ മദ്യപാനത്തിനും അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിൽ നടക്കുന്ന ആളുകളുടെ ഇടയിലാണ് ഏറ്റവും ആദ്യം പ്രവർത്തിക്കാൻ അവസരം കിട്ടിയത്. അങ്ങനെ അവരെ ദൈവവചനം പറഞ്ഞു കൊടുത്തും ധ്യാനത്തിൽ സംബന്ധിക്കാൻ കൊണ്ടുവന്നും മദ്യപാനികളെയും മയക്കുമരുന്നിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ ചികിത്സാ കേന്ദ്രത്തിൽ ഡി അഡിക്ഷനിൽ കൊണ്ടുവന്ന് ചികിത്സിക്കാനും അങ്ങനെ അതിൽ നിന്ന് അവരെ രക്ഷിച്ചെടുക്കുന്ന പ്രവർത്തനമായിരുന്നു. ഇടവകയുമായി ബന്ധപ്പെട്ട് മദ്യവിമുക്ത പ്രവർത്തനങ്ങളിലൊക്കെ ധാരാളം പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് ദൈവവചനത്തിലേക്ക് ഇങ്ങനെ ധ്യാനം കൂടി ദൈവവചനമൊക്കെ കുറേശ്ശെ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവവചനമാണ് ആളുകൾക്ക് ശരിക്കും കൊടുക്കേണ്ടത്. ദൈവവചനം അകത്ത് കയറി കിട്ടിയാൽ, ഈ പറഞ്ഞ പോലെ തീ പിടിച്ചാൽ, ഈ സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ 39ാം സങ്കീർത്തനത്തിൽ നമ്മുടെ POC ബൈബിളിലെ ട്രാൻസ്ലേഷനേക്കാൾ ആ വാക്യം, സത്യവേദ പുസ്തകത്തിൽ ആ വാക്യം പറയുന്നത് ധ്യാനിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ തീ പിടിച്ചു എന്നാണ് പറയുന്നത്. ദൈവവചനം ധ്യാനിച്ചപ്പോൾ തീ കത്തി, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു എന്ന് പറയുന്നത്. ശരിക്കും നാവെടുത്ത് വചനം പറയണമെങ്കിൽ തീ കത്തണം. തീ ഇല്ലാതെ പറയുന്നതും തീ ഉണ്ടായിട്ട് പറയുന്നതും കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അത് വളരെ വളരെ അജഗജാന്തര വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആദ്യ നാളുകൾ ഈ രംഗങ്ങളിലാണെങ്കിലും പിന്നീട് കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിച്ചു. ധാരാളം ക്രിസ്ത്യൻ ധ്യാനങ്ങളും അങ്ങനെ കുട്ടികളുടെ ഇടയിൽ. ഇപ്പോഴും സ്കൂളുകളിൽ നമ്മൾ അവിടെ മോട്ടിവേഷൻ ക്ലാസ് ആയിട്ട്, ഇപ്പൊ നമുക്ക് ക്രിസ്ത്യൻ വിശ്വാസമൊന്നും എല്ലായിടത്തും നമുക്ക് പ്രചരിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ കുട്ടികളുടെ ഇടയിൽ നമുക്ക് മാതാപിതാക്കളെ സ്നേഹിക്കാന്ന് പറഞ്ഞുകൂടെ? ശരീരം ദേവാലയമായിട്ട് എല്ലാ മതവിഭാഗങ്ങളിലുള്ളവർക്കും സ്വീകാര്യമല്ലേ ഇതിന്റെ ശരീരം വൃത്തിയായിട്ടും വിശുദ്ധിയോടെയും കൊണ്ടു നടക്കുക. നിന്റെ അപ്പനെയും അമ്മേനെയും സ്നേഹിക്കണം, ബഹുമാനിക്കണം, രാജ്യത്തെ ബഹുമാനിക്കണം, ദേശസ്നേഹം ഉണ്ടാകണം. ഇത് പറഞ്ഞു കൊടുക്കുന്നത് ഏവർക്കും സ്വീകാര്യമായ വിഷയങ്ങളല്ലേ? അപ്പൊ കുട്ടികളുടെ ഇടയിൽ ധാരാളം പ്രവർത്തിക്കാൻ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പും ഒരു സിസ്റ്റർ, ഒരു കന്യാസ്ത്രീ വിളിച്ചിട്ടുണ്ട് അവരുടെ സ്കൂളിലേക്ക് ചെല്ലാനും ആ കുട്ടികൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ. ബ്രദറിന്റെ ശൈലി കുട്ടികൾക്ക് വളരെ സ്വീകാര്യമാകുന്നു അല്ലേ? എന്തോ എനിക്ക് ആ കുഞ്ഞുനാൾ മുതൽ ഞാൻ അച്ഛനെയും അമ്മേനെയാണ് അതിന് കാണുക. എന്നെ ധാരാളം സ്നേഹിച്ചിട്ടുണ്ട് അവര്. സ്നേഹത്തിന്റെ ഒരു കുറവ് എനിക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് അതിനുവേണ്ടി എങ്ങും കൈനീട്ടേണ്ടി വന്നിട്ടില്ല. ധാരാളം പരിപാലനയും സ്നേഹം ധാരാളം അനുഭവിച്ചു. അതുകൊണ്ട് എനിക്ക് അതിന്റെ ഒരു കുറവ് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് കിട്ടുന്നതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ സാറേ. നമുക്ക് കിട്ടാത്തത് എങ്ങനെ കൊടുക്കാൻ പറ്റും? അപ്പോൾ ദൈവം സഹായിച്ച് അത് ദൈവത്തിന്റെ സ്നേഹം മാതാപിതാക്കളിലൂടെ ആവോളം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കത് കൊടുക്കുന്നതിൽ യാതൊരു പഞ്ഞവുമില്ല. മാത്രമല്ല, ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ, ഞാൻ ഈ വീട്ടിൽ ചെയ്യുന്ന തന്നെയാണ് ഈ കുട്ടികളുടെ അടുത്ത് സ്കൂളിൽ ചെല്ലുമ്പോഴേ, കുഞ്ഞുങ്ങൾ പലപ്പോഴും പല വീടുകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അപ്പച്ചൻ വീട്ടിൽ കയറി വരുമ്പോൾ കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ പോയി ഒളിക്കുകയാണ്. എന്തൊരു ഭീകരൻ വരുന്നത് പോലെയാണ്. അപ്പൊ ആ വീട്ടിൽ വരുമ്പോൾ കുഞ്ഞുങ്ങൾ ഓടി അടുത്ത് വരണം അല്ലെ? ആകർഷിക്കുന്ന അപ്പനായിരിക്കണം, ആകർഷിക്കുന്ന അമ്മയായിരിക്കണം. ഈ കുട്ടിക്കാലം എന്ന് പറയുന്നത് എത്ര വയസ്സ് വരെയുണ്ട് സാറേ? അവരൊരു ടീനേജ് ആയി കഴിഞ്ഞാൽ പിന്നെ അവരെ കുട്ടിയായിട്ടല്ല പരിഗണിക്കുന്നത്. കുറച്ച് കാലഘട്ടം ഈ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നുള്ളൂ. ആ സമയം മുഴുവൻ അവരെ സ്നേഹിക്കേണ്ട, അവരെ രാജകുമാരനും രാജകുമാരിയായിട്ടാണ്. ഞാനിപ്പോഴും ആന പോലെ ഇരുന്ന് കുട്ടികൾ എൻ്റെ പുറത്ത് കയറി ആനപ്പുറത്തിരുന്ന് ആനയായിട്ട് വരൂ. എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കുട്ടികൾക്ക് മനസ്സിലാവണം അച്ഛൻ സ്നേഹിക്കുന്നു, അമ്മ സ്നേഹിക്കുന്നു. അവർക്കത് കിട്ടിയാലല്ലേ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ ഇത് തന്നെ ഞാൻ കുഞ്ഞുങ്ങളോടും പറയേ, ഒരുപക്ഷെ ആ കുട്ടികളുടെ അപ്പ സ്നേഹിക്കാത്ത ആളായിരിക്കാം, മദ്യപിക്കുന്ന ആളായിരിക്കാം, ഒരുപക്ഷെ അമ്മ സ്നേഹിക്കാത്ത ആളായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം നിറഞ്ഞാൽ നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാമല്ലോ.
നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ പറയില്ലേ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് സൗരഭി. തുളസിയില തന്നെ നമ്മൾ അത് വെള്ളത്തിൽ പിഴിഞ്ഞ് കുടിച്ചു കഴിഞ്ഞാൽ ഒരു 40, 50, 60 ദിവസം കുടിച്ചാൽ പിന്നെ അയാൾ വിയർക്കുമ്പോൾ തുളസിയുടെ മണം വരുന്ന പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച ഒരാൾക്ക് സ്നേഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പരക്കേണ്ടതാണ്. ഈ ക്രിസ്റ്റഫർ എന്ന വാക്ക് തന്നെ ക്രിസ്തുവിനെ വഹിക്കുന്നവൻ എന്ന അർത്ഥം. ഫ്രാൻസിസ് സാലസ് പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു പൂ അതിന്റെ സുഗന്ധവും തേനും വഹിക്കുന്നത് പോലെ ക്രിസ്ത്യാനി ക്രിസ്തുവിനെ വഹിക്കേണ്ടവരല്ലേ? സത്യല്ലേ? ഏത് പൂവിനും അതിന്റെ സുഗന്ധമുണ്ട്, അതിൻ്റെ ഉള്ളിൽ ആ മധുവുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ ക്രൈസ്തവനും ക്രിസ്തുവിനെ വഹിക്കാൻ വിളിക്കപ്പെട്ട ആളുകൾ. അത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ്. നമ്മൾ ജീവിതത്തിൽ വലിയ ഉദ്യോഗസ്ഥനായേക്കാം, പണം ഉണ്ടായേക്കാം, കൊട്ടാരം പോലുള്ള വീടുണ്ടായേക്കാം, പക്ഷെ സത്യത്തിൽ പരാജയപ്പെടാണ്. സ്നേഹം വഹിക്കാൻ കഴിയാത്ത, സ്നേഹമില്ലാത്ത ജീവിതങ്ങൾ പരാജയമാണ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഒരു പ്രവർത്തന മേഖല കുട്ടികളുടെ ഇടയിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വിളിക്കുമ്പോൾ ബ്രദർ ഈ നമ്മുടെ ഗാകുൽത്ത അവിടെ ശുശ്രൂഷകർക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ. അപ്പോൾ മുതിർന്നവരുടെ ഇടയിലും പ്രത്യേകിച്ച് ശുശ്രൂഷകരുടെ ഇടയിലും ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ടല്ലേ? കാരണം ഞാനൊരു ശുശ്രൂഷകരാണല്ലോ. അപ്പൊ ഞാൻ ഒരു കണ്ണാടി വെച്ച് എന്നെ തന്നെ നോക്കാണ്. ഞാൻ എങ്ങനെയാണ് ആയിത്തീരേണ്ടത്? ഞാൻ ഏതൊക്കെ എൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം ഒരു ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക്? എൻ്റെ കൗദാശിക ജീവിതം, എൻ്റെ പ്രാർത്ഥനാ ജീവിതം, എൻ്റെ വിശുദ്ധ ജീവിതം, ഞാൻ മനുഷ്യരോടുള്ള സംസർഗത്തിൽ എങ്ങനെയാണ്, ഞാൻ എൻ്റെ ഭാര്യയോടും കുഞ്ഞുങ്ങളോടുള്ള സംസർഗത്തിൽ എങ്ങനെ? അത് തന്നെയല്ലേ എനിക്ക് ഇവരോടും പറയാനുള്ളത്. ഞാൻ അനുവർത്തിക്കുന്നതും അല്ലെങ്കിൽ അനുവർത്തിക്കേണ്ടതും അല്ലെങ്കിൽ അനുവർത്തിക്കാൻ ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങളാണ് ഇവരോട് ദൈവവചന അടിസ്ഥാനത്തിൽ പറയേണ്ടത്. ഞാൻ എപ്പോഴും ശുശ്രൂഷകരോട് പറയാറുണ്ട്, ധ്യാനിക്കാൻ വരുന്ന ആളുകളാണ് VIP-കൾ. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കെല്ലാം ചെയ്തു കൊടുക്കേണ്ട ആളല്ലേ? മാർപ്പാപ്പയെ തന്നെ ദൈവദാസന്മാരുടെ ദാസൻ എന്നാണല്ലേ പറയുക. യേശുക്രിസ്തു തന്നെ പറഞ്ഞത് എന്താണ്? ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായ സ്വജീവൻ കൊടുക്കാൻ വന്നതുപോലെ തന്നെ. ഇതാണ് ശുശ്രൂഷകന്റെ ദൗത്യം. പക്ഷെ ഇന്നത് മാറിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ശുശ്രൂഷകർ വലിയൊരാളായിട്ടും ആളുകൾ കൈകൂപ്പി നിൽക്കുന്നത് അത് അപകടകരമായ ആത്മീയതയാണ്. പാദങ്ങൾ കഴുകാനുള്ളവരാണ് നമ്മളെല്ലാം ചെയ്തു കൊടുക്കാൻ മാത്രം നടത്തുന്ന ഒരു പരിപാടിയായിട്ട് മാറിപ്പോയി. അതെ, അതൊരു അനുഷ്ഠാനം. ഇത് ജീവിതം മുഴുവൻ മാതൃകയാക്കാനാണ് കർത്താവ് പറഞ്ഞത്. അതെ, നിങ്ങൾ എന്നെ ഗുരുവും കർത്താവും എന്ന് വിളിക്കുന്നു, അത് ശരി തന്നെ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയെങ്കിൽ നിങ്ങളും പാദങ്ങൾ കഴുകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ശുശ്രൂഷകരുടെ ഇടയിലും പ്രവർത്തിക്കാൻ കർത്താവ് അവസരം നൽകി. ഈ കോവിഡിന്റെ കാലഘട്ടത്തെ എങ്ങനെ അതിജീവിച്ചു? കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 2 വർഷം ശരിക്കും. പക്ഷേ ധാരാളം പേര് പലതരത്തിലുള്ള ജോലിക്ക് പോയതായിട്ട് ഞാൻ അറിഞ്ഞു. ജോലിക്ക് പോയിക്കോട്ടെ, നമുക്ക് യാതൊരു അവരെ കുടുംബത്തിൽ നിലനിർത്തണം. കർത്താവ് എന്നെ സഹായിച്ചു. എൻ്റെ കൂടെയുള്ളവരെ ഞങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും 13 ഓൺലൈൻ ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. 13 ക്ലാസ്സുകളെങ്കിലും ഒരു ആഴ്ചയിൽ ഉണ്ടാകുമായിരുന്നു. അപ്പൊ അങ്ങനെ ഈ പാല ഭാഗത്തു നിന്നുണ്ടായിരുന്നു, ചെന്നൈ ഭാഗത്തുനിന്ന്, പല സ്ഥലങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ ഗ്രൂപ്പ് സൂം മീറ്റിങ്ങിൽ വരും. അവർക്ക് ദൈവവചനത്തിൽ നമ്മൾ ദൈവവചനം പങ്കുവെച്ചു കൊടുക്കുകയും. എനിക്ക് മനസ്സിലായത് കോവിഡ് കാലത്താണ് ഏറ്റവും അധികം ശുശ്രൂഷ ചെയ്തത്. കുറച്ചുകൂടെ ശുശ്രൂഷ വേദികൾ ഒരുക്കപ്പെട്ടു. അതെ, മാത്രമല്ല ബ്രദറെ, ആ ശുശ്രൂഷയിൽ പങ്കെടുത്ത പലരും ശുശ്രൂഷകരായി മാറി. അവരിപ്പോ ദൈവവചന ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ഓൺലൈൻ ശുശ്രൂഷ കൂടിയവരിൽ യുവതിയുവാക്കളായിട്ടുള്ളവര് ഈ ബൈബിളിന്റെ പ്രസക്തി മനസ്സിലാക്കുകയും ദൈവവചനത്തിന്റെ പ്രസക്തി മനസ്സിലാക്കുകയും ഇപ്പോ നമ്മൾ കോവിഡിന്റെ പശ്ചാത്തലം കഴിഞ്ഞ് ചില ശുശ്രൂഷകളൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ അവരെ കൊണ്ട് അത് ചെയ്യിച്ചു. നമ്മളുടെ പുറകെ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന ആളുകളും സ്നാപയോഹന്നാൻ പറഞ്ഞ പോലെ അവൻ വളരുകയും നാം കുറയുകയും വേണ്ടേ എന്ന് പറഞ്ഞ പോലെ അവരും ശുശ്രൂഷകരായി. എനിക്കത് വലിയ കർത്താവിൽ അഭിമാനം തോന്നുന്നു. കാരണം മറ്റുള്ളവരെയും കർത്താവിന്റെ ശുശ്രൂഷ വഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അവർ ജോലി ചെയ്യുന്നവരാണ്, വിദ്യാർത്ഥികളുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഈ കൊറോണ കാലത്ത് ഞാൻ പറഞ്ഞു വരുന്നതാണ്, പിന്നെ അത്ഭുതകരമായി പരിപാലിച്ച് ഈ ശുശ്രൂഷ ഒരു ദിവസം പോലും മുടങ്ങാതെ, പിന്നെ വീടിന്റെ മുറിക്കകത്തിരുന്ന് ഫോണിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇരുന്ന് ചെയ്യുന്നു മാത്രം. പക്ഷെ കർത്താവിന്റെ വേലയ്ക്ക് അന്നും ഇന്നും ഒരു തടസ്സമില്ല കേട്ടോ. ചെങ്കടൽ വിഭജിച്ച് ഇസ്രായേൽ ജനത്തെ നടത്തിയ ആ ദൈവം തന്നെയല്ലേ ഇന്നും. അതായത് ഒരു ദൈവ പൈതലിനെ അതെ അവന്റെ സാഹചര്യങ്ങൾ അവനെ സ്വാധീനിക്കാൻ പാടില്ല. വചനം പ്രസംഗിക്കുക, അതെ, സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും അപ്പൊ ദൈവം നമ്മള് കർത്താവിലേക്ക് പറ്റിച്ചേർന്ന് നിന്നാൽ മതി എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇങ്ങനെ ഒരു ഉദാഹരണം പറയേ. ആത്മീയത നമുക്കൊരു ഒഴുകുന്ന ഒരു പ്രവാഹമായിട്ട് കാണാം. പലരും അതിന്റെ തീരത്തിരുന്ന് കാല് മാത്രം നനയ്ക്കുകയാണ് സാറേ, അങ്ങോട്ട് ഇറങ്ങുന്നില്ല. നീ അതിലേക്ക് ഇറങ്ങിയാൽ ആ ഒഴുക്ക് നിന്നെ കൊണ്ടുപോയിക്കോളും. പലരും അതിൽ കാലിട്ട് നനച്ച് കയറി പോകാനാ ശ്രമിക്കണേ.
നീ ഇറങ്ങൂ. കർത്താവല്ലേ പറഞ്ഞിരിക്കുന്നത്, ആ പ്രവാഹം, ആ വെള്ളപ്പാച്ചിൽ നിന്നെ കൊണ്ടുപോകട്ടെ. അതാണ് ആത്മീയത. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവപുത്രന്മാർ. ആ പ്രവാഹത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ആ സമർപ്പണം ചെയ്യാൻ ഒരു പേടി. ഇത് ഇറങ്ങി എന്താവും? കർത്താവിനെ വിശ്വസിച്ചിറങ്ങുക. ആ പ്രവാഹം നമ്മളെ കൊണ്ടുപോയിക്കോളും. നിക്കോദേമസിനോട് പറഞ്ഞ പോലെ, കാറ്റ് എവിടെ നിന്ന് വരുന്നോ എവിടേക്ക് പോകുന്നതെന്ന് നീ അറിയുന്നില്ല. അതുപോലെ തന്നെയാണ് ആത്മാവിൽ നിന്ന് ജനിച്ചു. അപ്പൊ ഇന്നേ വരെ, ഈ നിമിഷം വരെ കർത്താവ് എന്നെ അത്ഭുതകരമായി പരിപാലിക്കുന്നു. മാത്രമല്ല, ഒരാവശ്യത്തിനും എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നന്ദുമോനെ, ആരുടെ കയ്യിലും ആരുടെ അടുത്തും നമ്മൾ കൈ നീട്ടാൻ പാടില്ല. നമുക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കണം. ആരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട അതിൻ്റെ ആവശ്യമില്ല. കർത്താവിലേക്ക് വന്നതിൽ പിന്നെ ഇരട്ടിയാണത്. കർത്താവിൻ്റെ ശുശ്രൂഷകനാണ് നമ്മൾ. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ പറഞ്ഞാലും മതി, അല്ലെ? ദൈവത്തിന്റെ മുമ്പിൽ മാത്രം. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ളതെല്ലാം യേശു ക്രിസ്തു വഴി നൽകും എന്ന് പറഞ്ഞ വാക്ക് ചുമ്മാ പറഞ്ഞാണോ? കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട ഒരു വ്യക്തി, ഞാൻ പറയും, ഒരാളുടെ അടുത്ത് കടം പോലും ചോദിക്കാൻ പാടില്ല. കാരണം എന്താ? അതിന്റെ അർത്ഥം എന്റെ ആവശ്യത്തിനുള്ളത് കർത്താവ് എനിക്ക് തരുന്നില്ലെന്ന്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് കടം ചോദിക്കേണ്ട. വാസ്തവത്തിൽ അത് നമ്മുടെ കർത്താവിന് അപമാനം. അതെ, അല്ലേ? ഇതൊരു വിശ്വാസത്തിന്റെ ഒരു കുറവാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സങ്കീർത്തകൻ പറയുന്നില്ല, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശം ഭൂമിയും സൃഷ്ടിച്ച കർത്താവ്. ഇത് ചൊല്ലാൻ മാത്രമുള്ളതല്ലോ, ഇത് തലച്ചോറിൽ വെക്കാനുള്ളതല്ല, ഇത് ജീവിതത്തിൽ അനുവർത്തിക്കണം. ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു റിലീജിയനായിട്ട് കാണല്ലേ, ഇതൊരു ലൈഫ് സ്റ്റൈലാണ് ശരിക്കും. ഇത് പലപ്പോഴും ഒരു മതമാക്കി മാറ്റിയിരിക്കുക. ഇത് മതമല്ല, ഇതൊരു ജീവിത ശൈലിയാണ്. ക്രിസ്തുവിനോട് പറയുന്നത് അവർ ഒരു മതമെന്ന് വിളിക്കപ്പെടുന്ന മാർഗത്തെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കുന്നത്. വാസ്തവത്തിൽ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് ഒരു മതമേ അല്ല, അതൊരു മാർഗമാണ്. ആ മാർഗത്തിൽ ജീവിക്കുന്നവരുടെ കൂട്ടായ്മയാണ് വാസ്തവത്തിൽ ഈ സഭയും സമുദായവും. അതെ, അങ്ങനെയാണെങ്കിൽ എത്ര ആത്മീയ ആനന്ദം നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുന്നു. നമുക്ക് എന്ത് ഇന്നർ ഫ്രീഡമാണ്. ഞാൻ എപ്പോഴും പറയേ, എൻ്റെ ഭാര്യ എന്നോട് പറയും, നിങ്ങൾ ഈ ശുശ്രൂഷ കഴിഞ്ഞ് വന്ന് ഈ കട്ടിലിൽ കിടന്നാൽ മതി, എത്ര പെട്ടെന്ന് ഉറങ്ങിപ്പോണം. ഞങ്ങൾ ധ്യാനം നടത്താൻ പോകുമ്പോൾ പല പള്ളികളിലും താമസിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കൂട്ടുകാരോട് പറയും, നമുക്കിന്ന് രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് കുറേ നേരം സംസാരിച്ചിരിക്കുന്നു പറയും. ഏറ്റവും ആദ്യം ഉറങ്ങുന്നത് ഞാനായിരിക്കും. അപ്പോൾ അവർ പറയും, സംസാരിച്ചിരിക്കാന്ന് പറഞ്ഞ ദേവദാസൻ പോയി. കാരണം നമ്മൾ ജോലി എത്ര പേരെ സമാധാനം കിട്ടാതെ, ഒന്നും ഉറങ്ങാൻ പറ്റാതെ ഉറക്കഗുളി വരെ കഴിച്ചിരിക്കുന്നു. നമുക്ക് എത്ര സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നു, രാവിലെ ആവുമ്പോഴേക്കും എത്ര ആരോഗ്യവാനായിട്ട് ഉണരുന്നു. എത്ര അത്ഭുതകരമായ ദൈവത്തിന്റെ പരിപാലന. 3-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ, ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു, എന്തെന്നാൽ ഞാൻ കർത്താവിന്റെ കരങ്ങളിലാണ്. AC ഒന്നും ഇല്ല ബ്രദറെ, അതെ, ഫുൾ ടൈം പ്രവർത്തിക്കുക. അവസാനമായി 2 ചോദ്യം കൂടെ ചോദിക്കട്ടെ. ഒന്ന്, ബ്രദറിന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം പറഞ്ഞു. 2, ഈ ശുശ്രൂഷയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലാതെയോ വേദനിച്ച, സങ്കടം തോന്നിയ, ഒത്തിരി മുറിപ്പെട്ട അനുഭവങ്ങൾ, അങ്ങനെ ഒരു 2 അനുഭവങ്ങളൊന്ന് പറഞ്ഞു. എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നത് ഓരോ ദിവസത്തെ ദൈവവചന കേൾവിയും വായനയും ധ്യാനവുമാണ്. എന്നെ അത്രയും സന്തോഷിപ്പിക്കുന്ന ഒന്നുമില്ല. എൻ്റെ മക്കളുടെ അടുത്തിരിക്കുന്നതോ ഭാര്യയുടെ അടുത്തിരിക്കുന്നതിലേക്കാൾ എത്രയോ മടങ്ങ് ആന്തരിക ആനന്ദമാണ്. സങ്കീർത്തകൻ പറയുന്ന പോലെ, കൊള്ള മുതൽ കിട്ടിയതുപോലെ ഞാൻ അങ്ങയുടെ വചനത്തിൽ ആനന്ദിക്കുന്നു. ഇത് ഒരു വചനത്തിന്റെ വെളിപാട് നമ്മുടെ അകത്ത് വന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വലിയൊരു ആനന്ദം, ഡിവൈൻ ബ്ലിസ്, അത് വേറെ എങ്ങൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് ഇതിൽ നിന്നാണ് എപ്പോഴും. അത് ഒരു നിമിഷം കിട്ടല്ല, പിന്നെയോ അത് അനിസ്യൂതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. ഒന്ന്, എനിക്ക് ഏറ്റവും അധികം പ്രയാസപ്പെടുന്നത് ദൈവവചന ശുശ്രൂഷയെ സംബന്ധിച്ച്. ചിലർ പറയും, നിങ്ങൾ ഈ നുണ പറയാനല്ലേ പോണേ. അത് എന്നെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത്. കാരണം ഞാൻ സമ്പൂർണ്ണ സമർപ്പണം ചെയ്യുന്ന ശുശ്രൂഷയാണ്. അതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് നന്നായി പറയും. അതിനകത്ത് എന്താ നുണ പറയേണ്ട ആവശ്യം എന്താ? അത് പലരുടെയും ചിന്ത. പലരും ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ പറയുന്നതാണ്, നിങ്ങൾ ആ കഥയും ഈ കഥയും നുണയല്ലേ പറയുന്നത്. അപ്പൊ പലരുടെയും ചിന്ത സുവിശേഷ പ്രസംഗം. അതായത് എനിക്ക് തോന്നുന്നു ഈ ചിലര് ഒത്തിരി കാര്യങ്ങളുടെ ഒരു പൊലിപ്പിന് വേണ്ടിയിട്ട് കുറെ എക്സാറേറ്റ് ചെയ്ത് പറയും. അതാണോ ഉദ്ദേശിക്കുന്നത്? ഒരുപക്ഷെ അതായിരിക്കാം. പക്ഷെ അത് എന്നെ വളരെ ഹർട്ട് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ സത്യവചനത്തെയാണ് സംസാരിക്കുന്നത്. മായം ചേർക്കാതെ യേശുക്രിസ്തുവിന്റെ കുരിശുമരണം മുഖാന്തരമുള്ള രക്ഷയെക്കുറിച്ച് വെള്ളം ചേർക്കാതെയാണ് പറയുന്നത്.
അത് കള്ളത്തരമാണെന്ന് പറഞ്ഞാൽ അതിന് ഞാൻ മറുപടി കൊടുക്കാതെ വിടാറില്ല. അത് നമുക്ക് അവരോട് വിരോധമില്ല, പക്ഷെ നമ്മൾ സത്യസന്ധമായ രീതിയിൽ അവരെ ബോധ്യപ്പെടുത്തും. അതുകൊണ്ട് പിന്നീട് അവർക്ക് എൻ്റെ മുഖത്ത് നോക്കാനായിട്ടൊരു വിഷമം തോന്നാറുണ്ട്. പക്ഷെ ഞാൻ അവരോട് ഹൃദ്യമായിട്ട് സംസാരിക്കും. മാത്രമല്ല, ഞാൻ ഒരു കാര്യം കൂടെ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയട്ടെ. ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ പലരും എൻ്റെ പഴയകാല വിശ്വാസത്തിലുള്ളവർ എന്നെ വെറുക്കാനായിട്ടും അവൻ മറ്റൊരു മതത്തിൻ്റെ ഭാഗമായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും എന്നും അവരെ സ്നേഹിക്കുകയാണ്. അവരുടെ ആവശ്യങ്ങളിൽ പലപ്പോഴും എനിക്ക് സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് ഇന്നും അവർ ക്രിസ്തുവിൽ സഹോദരങ്ങൾ തന്നെയാണ്. കർത്താവിലേക്ക് വന്നതുകൊണ്ട് എനിക്ക് ഒരു മതിലുകളും ഉണ്ടായിട്ടില്ല. മതിലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇടിച്ചു നിരത്തി അവരെ കൂടി സ്നേഹിക്കാനുള്ള ഹൃദയവിശാലത എൻ്റെ കർത്താവ് തന്നിരിക്കുകയാണ്. അതെ, മതിലിന് പകരം നമ്മൾ വാതിലാണ് ദൈവം സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഒരു തുറവീട് അനുഭവം എല്ലാ മതങ്ങളിൽപ്പെട്ട ആളുകളും എല്ലാ വിശ്വാസത്തിൽപ്പെട്ട ആളുകളും ക്രിസ്തുവിനെ കുറിച്ച്, ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ അറിയണം. കുറെ കൂടി മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ അതുകൊണ്ട് സാധിക്കും. ഇതൊരു മതത്തിന്റെ പരിവർത്തനമല്ല, പിന്നെയോ ക്രിസ്തു അവരുടെയും അവകാശമാണ്. എൻ്റെ അച്ഛൻ പറഞ്ഞ പോലെ ക്രിസ്തു ആരുടെയും സ്വകാര്യ സ്വത്തല്ല. ക്രിസ്തുവിനെ അവർക്കും അറിയാൻ അവകാശമുണ്ട്. അത് നമ്മളായിട്ട് നിഷേധിക്കാൻ പാടില്ല. അതേക്കുറിച്ച് ഒരു വലിയ ദേവദാസൻ പറഞ്ഞത്, ഒരു രോഗിയുടെ അടുക്കൽ നിന്ന് മരുന്ന് മാറ്റി വെക്കുന്നത് പോലെ, വിശന്ന് കരയുന്ന ഒരു കുഞ്ഞിന്റെ മുമ്പിൽ നിന്ന് ഭക്ഷണം എടുത്ത് നീക്കിക്കളയുന്നത് പോലെയുമുള്ള ക്രൂരതയാണ് വാസ്തവത്തിൽ ഒരാൾക്ക് നമ്മൾ സുവിശേഷം നിഷേധിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ടത് നമ്മൾ അവർക്ക് കൊടുക്കാതിരിക്കുന്നു. അതെ, വളരെ സന്തോഷം. ഞാൻ വാസ്തവത്തിൽ ഓരോ എപ്പിസോഡ് കൊണ്ട് ഇതൊക്കെ നിൽക്കുന്ന വിചാരിച്ചിരുന്നു. പക്ഷെ വളരെ വളരെ മനോഹരമായിട്ട് ജീവിതാനുഭവങ്ങളോടൊപ്പം അല്പം പ്രബോധനങ്ങളും ഒക്കെ നൽകി വളരെ നമ്മുടെ പ്രേക്ഷകരെ ധന്യരാക്കി. വളരെ സന്തോഷവും നന്ദിയും ചെക്കന ടെലിവിഷൻ്റെ പേരിൽ, നമ്മുടെ പ്രേക്ഷകരുടെ പേരിൽ അറിയിക്കുന്നു. ഒത്തിരി കിടിലം കൊള്ളിക്കുന്ന സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ കർത്താവിൻ്റെ സ്നേഹം ആവോളം അനുഭവിച്ചറിഞ്ഞപ്പോൾ സ്വന്തം കുടുംബത്തിലും ഒപ്പം ശുശ്രൂഷ മേഖലയിലും ഒക്കെ അനുഭവിക്കുന്ന ഒരു വലിയ സ്വാതന്ത്ര്യമുണ്ട്. വാസ്തവത്തിൽ നമുക്ക് വേണ്ടത് അതൊക്കെ തന്നെയാണ്. സംഘർഷങ്ങളില്ലാത്ത, സമാധാനം നിറഞ്ഞ, സ്വസ്ഥതയുള്ള ഒരു ജീവിതം. നന്ദിബ്രദറിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ കേട്ടത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം നമുക്കെല്ലാവർക്കും അങ്ങനെയുള്ള ഒരു അനുഭവം, ഒരു ആന്തരിക സംഘർഷങ്ങളില്ലാത്ത, സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം, പക്ഷെ അതിനെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ പറ്റും. എപ്പോഴാണ്? ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ, ആ വചനം ധാരാളമായി നമ്മൾ ഭക്ഷിക്കുമ്പോൾ. തീർച്ചയായിട്ടും നന്ദിബ്രദറിൻ്റെ ഈ അനുഭവങ്ങൾ നമുക്ക് വലിയൊരു പ്രചോദനം തന്നിട്ടുണ്ട്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും മറ്റൊരു തീപിടിച്ച അനുഭവമുള്ള വ്യക്തിയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം.